ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് വണ്ടി വന്ന്. അപ്പോൾ ലക്ഷദ്വീപ് എന്നല്ല ഗൈസ്, ഇപ്പോൾ അജ്മാനാണ്. 2-3 ദിവസം കൊണ്ട് സംഭവിച്ചാണ്. നിറച്ചും വെള്ളമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയ്യിലുള്ളത് എന്താണ്? അതൊന്നുമല്ല, ഇവിടുന്ന് ഒലിച്ചു വരുന്നൊരു കറ്റാർ വായ എടുത്ത് സഞ്ചിയിലിട്ടതാണ്. നമ്മളെ 36 പറഞ്ഞ 36ക്ക് കറ്റാർ വായ വേണം. അപ്പോൾ അത് എടുത്ത് കയ്യിലിട്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഇപ്പോൾ കടൽ പോലെയാണ് നിലവിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ വണ്ടി പോകുമ്പോൾ അതിലേക്ക് വരും. വെള്ളം കടൽ പോലെ അടിക്കും, തിരമാല പോലെ. ഗൈസ്, വെള്ളത്തിൽ നിന്ന് കളിക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടാവും. പിന്നെ ചൊറിയാനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആല, പിന്നെ ഹോസ്പിറ്റലിൽ ഓടേണ്ടി വരും. അപ്പം നിലവിലുള്ള അവസ്ഥ ഇതാണ് ഗൈസ്. ഞാനങ്ങനെ അപ്പോൾ ഗൈസ് താഴെ ഇരുന്നിട്ട് വെള്ളം കയറുന്നു. അപ്പോൾ നമ്മളെന്താക്കി പുതിയ ഐഡിയ കണ്ടുപിടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ട്രോളിക്കാർ. പക്ഷേ ഇനി ഉന്താൻ ആളപ്പോൾ ഒരു പണിക്കാരനെ നിൽപ്പിക്കണമല്ലോ ഗൈസ്. ഇനിയിപ്പോൾ ഉന്താനും കൂടി ആൾ വേണം. എല്ലേ തന്നെ ക്യാമറ പിടിച്ച് തരുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മാനോട് ഇനി ഉന്താനും കൂടി പറഞ്ഞിട്ടുണ്ട്, എന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആവില്ല. അതുകൊണ്ട് ഞാൻ ഉന്താനും കൂടി പറഞ്ഞില്ല. അപ്പോൾ ഗൈസ്, ഇത്രക്കാരം വെള്ളമുണ്ട് ഗൈസ്. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ സന്തോഷം. പക്ഷെ ചിലക്കൊക്കെ ഉണ്ട് പണിക്ക് പോകാണ്ടൊക്കെ കഷ്ടപ്പെടുന്ന ആളുണ്ട് ഗൈസ്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോണ്ട് അറബി കുട്ടികളെ മണ്ടിക്കളി വെള്ളത്തിൽ നിന്ന്. ഓലിക്കിത് കടലാണ്. ഓല് വെള്ളം കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഓലെ കൊണ്ടുവരണോ, എന്നാലും അവർക്ക് മനസ്സിലാവും. അതല്ലേ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ ഗൈസ്, കുറച്ച് നന്മ പ്രവർത്തനമൊക്കെ ചെയ്ത് ഇനി വന്നിട്ട് പോലീസ് വന്നിട്ട് നമ്മളെ പിടിച്ച് ജയിലിടുമെന്നുള്ളതാവില്ല. വെള്ളത്തിൻ്റെ സൈഡിൽ ആദ്യം അടിച്ചു വരാൻ അതിർക്കം കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നിലവിലുള്ള അവസ്ഥ ഇതാണ്. എന്നാലും ധീരമായ ഡ്രൈവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചു വന്ന് ഈ വെള്ളത്തിൽ ഗൈസ്. പറയുന്ന ഡയലോഗ് പറയുന്നത് എനിക്ക് തന്നെ ചിരി വരുന്ന പോലെ കണ്ടിട്ട്. ഇത്രയും നമുക്ക് നിറച്ചും വെള്ളമുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്നാലേ തിരിയും. ഇപ്പം വരണം എന്ന് പറഞ്ഞിട്ട് അയക്കല്ലേ, എനിക്കാവില്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് വിസ എടുത്തരാൻ. അപ്പോൾ അതാ ഇനി അടുത്ത വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ തേരടിക്കുന്നതിനോട് വരും. കണ്ടോളി ഗൈസ്, സുനാമി പോലത്തെ തേരടിച്ച്. അവിടുന്ന് വരുമ്പോൾ നല്ല ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു പോയേ ഗൈസ്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം കമൻ്റ് ഇടാം. എന്താ ആ വെള്ളത്തിലൊരു പത. അപ്പോൾ ഗൈസ്, നല്ല മഴ എന്നും ഉണ്ടാവും ഗൈസ്. ഇന്ന് കടലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ അവസ്ഥ എന്ന് നാളെ വന്നിട്ട് തന്നെ അറിയണം ഗൈസ്. അല്ലാഹു അക്ബർ. ആ ബസ് ഓഫായി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. എനിക്ക് ഒരു രക്ഷയും തിരിയുന്നില്ല. ഞാൻ അപ്പുറത്തൊക്കെ കടന്നു നോക്കട്ടെ ഗൈസ്, ആ ബസ്സിന് എന്ത് പറ്റിയെന്ന്. നിങ്ങൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പോയിട്ട് നോക്കട്ടെ ആ ബസ്സിന് എന്ത് പറ്റിയെന്ന്.